ഹായ് ഫ്രണ്ട്സ്, 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ്, ഏത് അസസ്മെന്റ് ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഫോം 16 എടുക്കുന്ന സമയത്തും അതുപോലെ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിനകത്തും ഈ പറയുന്ന AY അസസ്മെന്റ് ഇയർ അതുപോലെ FY ഫിനാൻഷ്യൽ ഇയർ എന്നീ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത് ഫോം 16 ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിലാണെങ്കിലും ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ടും ചെയ്യാൻ കഴിയുള്ളൂ. 2025 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇയർ 2024 ഫിനാൻഷ്യൽ ഇയർ 2025 ഒന്നുകൂടെ പറയാം. നമ്മൾ 2025 മെയ് 31 ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2024 ഫിനാൻഷ്യൽ ഇയർ 2025 ഇനി അസസ്മെന്റ് ഇയർ അതായത് 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതേ അസസ്മെന്റ് ഇയർ വരുമ്പോൾ 2025 2026 നിങ്ങൾ ഈ വർഷത്തെ ലേറ്റസ്റ്റ് ഫോം 16 എടുക്കുന്ന സമയത്തും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് അസസ്മെന്റ് ഇയറും ഫിനാൻഷ്യൽ ഇയറും വളരെ ശ്രദ്ധയോടുകൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾ പല പഴയ ഫോം 16 എടുത്ത് ITR ഫയൽ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്കും അതുപോലെ ടാക്സ് പ്രാക്ടീഷണർക്കും ഒക്കെ ഈ പറയുന്ന പഴയ ഫോം 16 എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാൻ ഉള്ള സാധ്യത ഉണ്ട്. 2025 നമ്മൾ ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഓൾഡ് റെജിം, ന്യൂ റെജിം ഈ രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇൻകം ടാക്സിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇതിനകത്ത് 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഓൾഡ് റെജിമിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരു 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അതായത് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഓൾഡ് റെജിം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾ എത്രയാണോ സാലറി വാങ്ങുന്നത് അതിനുള്ള ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത് ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 7 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം 7 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. 7 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന ഒരു 10 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ബാക്കി നിൽക്കുന്ന 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ടാക്സ് അടയ്ക്കുമ്പോൾ 75,000 ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു എക്സംഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ 7 lakhs പ്ലസ് 75,000 അപ്പോ നിങ്ങളുടെ ടോട്ടൽ 7,75,000 ശേഷമുള്ള ഇൻകത്തിന് മാത്രമേ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് ഉള്ളൂ. ഇനി നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ സ്കീം അനുസരിച്ച് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി ന്യൂ റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം മുതൽ, അതായത് 2026 നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോ ഈ പറയുന്ന 12 ലക്ഷം രൂപയുടെ കാര്യം ഈ വർഷത്തിലല്ല, പകരം 2026 അത് ഇംപ്ലിമെന്റ് ആവുന്നത്. നേരത്തെ പറഞ്ഞ 5 ലക്ഷം രൂപയുടെയും 7 ലക്ഷം രൂപയുടെയും ആ ഒരു സ്ലാബാണ് 2025 മെയ്ക്ക് ശേഷം നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഇനി എപ്പോഴാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ 2025 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മെയ് 31, 2025 ശേഷം നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം, അതുപോലെ നമ്മുടെ സാലറി ഇൻകം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിനകത്ത് അപ്ഡേറ്റ് ആവുന്നത് മെയ് 31 ശേഷം മാത്രമാണ്. നിങ്ങൾ അത് വളരെ മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ, ITR ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകവും 26 ASനകത്തും ആനുവൽ ഇൻകം സ്റ്റേറ്റസിനകത്തും ASനകത്തൊക്കെ ഉള്ള നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം വ്യത്യസ്തമായിരിക്കുകയും ആ കാരണത്താൽ നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് നോട്ടീസ് ക്രിയേറ്റ് ആവാനുമുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മെയ് 31 ശേഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്.
ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2025 ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഫോം 16 അനുസരിച്ച് എന്റെ ടാക്സ് പിടിച്ചു കഴിഞ്ഞു, എനിക്ക് പിടിക്കാനുള്ളതെല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു കഴിഞ്ഞു, പിന്നെ ഞാൻ ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ കൊണ്ട് ചില ആൾക്കാർ ഡിപ്പാർട്ട്മെന്റ് ക്യാഷ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് എടുക്കാനില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ITR ഫയൽ ചെയ്യാറില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പിന്നീട് അത് ഫൈനോടുകൂടി അവർക്ക് ITR ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെയ്യാതെ അവർക്ക് മുന്നോട്ടുള്ള വർഷങ്ങളുടെ ITR ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനോ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ എടുക്കാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ഓൾഡ് റെജിം ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ITR ഫയൽ ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ 2025 ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കോൺ അമർത്തുക. താങ്ക് യു.